ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിറം കൊണ്ടും സൗന്ദര്യം കൊണ്ടും നമ്മുടെ മനസ്സ് കവർന്നെടുക്കുന്ന ഒരു പ്രത്യേക ഓർക്കിഡ് വിഭാഗത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിനെ കുറിച്ച്. ഭംഗിയാർന്ന ഇതിൻ്റെ പുഷ്പങ്ങൾ 30 ദിവസത്തിലധികം ഒരേ ഫ്രഷ്നെസ്സിലും അതിൻ്റെ ഭംഗിയിലും നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേക കഴിവ്. അതായത് ചൂടിലും തണുപ്പിലും ഇതിൻ്റെ ഫ്ലവറുകൾ അതേ രീതിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഫ്ലവർ വന്നു കഴിഞ്ഞ ചെടിയാണിത്. അതിൻ്റെ അടിഭാഗത്തു നിന്നും നല്ല രീതിയിൽ തന്നെ അടുത്ത കിക്കീസ് മുളച്ച് വരുന്നതും നമുക്ക് കാണാം. നല്ല വേര് പടലങ്ങളൊക്കെ ഉണ്ട്. നല്ല ചെടിയാണ്. അത് കാരണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കരിക്കട്ടയിൽ മാത്രമാണ് ഞാനിത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ വളരുന്നതും നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കത് തരുന്നതുമൊക്കെ. ഇന്ന് ഈ ചെടി ഒന്ന് ഇളക്കി നല്ലൊരു വലിയ പോട്ടിലേക്ക് മാറ്റാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൂക്കൾ വന്ന ചെടിയാണ്. ഇത് ഇളക്കിയെടുത്തിട്ട് ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ വിറക് കത്തിച്ച കരിക്കട്ടയൊക്കെ ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിൽ 2 ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ പുളിപ്പ് ചാരത്തിൻ്റെ ആ ഒരു ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ഇതിനകത്തോട്ടാണ് ഞാൻ ഈ ചെടി പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ സൺഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഈ വീഡിയോയിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്ര എണ്ണമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതിയിടണം. ശരിയായിട്ട് ആൻസർ പറയുന്ന ലക്കി വിന്നറിന് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് റെഡിയാണ്. പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ നമുക്ക് അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് അവരെ നറുക്കിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ. പിന്നെ വീഡിയോ ശ്രദ്ധയോടെ കണ്ടില്ലെങ്കിൽ നഷ്ടമാകുമേ നമ്മുടെ ഗിഫ്റ്റ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ ആൻസർ കമൻറ്റിൽ ഇട്ടാൽ മതി. അല്ലാതെ ധൃതി പിടിച്ച് നിങ്ങൾ ആൻസർ ഇടിയൊന്നും വേണ്ട. ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. നിങ്ങൾക്കറിയാമല്ലോ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവായാലും പ്ലാന്റ്സ് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ തരുന്നത്. കാരണം നമ്മൾ ചെടികളെ സ്നേഹിക്കുന്ന ആളുകളാണല്ലോ. അപ്പം ചെടി തന്നെ ആയിരിക്കും നമുക്ക് സമ്മാനമായിട്ട് തരുന്നത്. അതേ ചെടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തുവായാലും നല്ലൊരു ചെടി തന്നെ ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കണം. അതായത് ഒന്നുകൂടെ പറയാം, സൺഫ്ലവറിൻ്റെ സ്റ്റിക്കർ എത്ര എണ്ണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ള അതിൻ്റെ എണ്ണം മാത്രം നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഞാൻ കരിക്കട്ടയിൽ പോട്ട് ചെയ്ത് വെച്ചിരുന്ന ചെടിയാണ്. അത് നല്ല രീതിയിൽ വേരുകളൊക്കെ വന്ന് നല്ല ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വലിയ ഒരു പോട്ടിലേക്ക് മാറ്റുമ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ വളരുകയും ഒരുപാട് വേരുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ചെടിയെടുത്ത് ഈ വലിയൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നത്. പിന്നൊരു കാര്യം, നമ്മൾ ഈ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/8/2025 മുതൽ 27/8/2025 വരെയാണ് നമ്മൾ ഇതിൻ്റെ സമയം ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റുകളെല്ലാം ഞാൻ നോക്കിയിട്ട് അതിനുള്ള ആൻസർ ഉള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതല്ല, കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ നറുക്കിടും. അങ്ങനെ അതിൽ കൂടെ വരുന്ന വിന്നറിന് 28/8/2025 ഞാൻ വിന്നറിനെ പ്രഖ്യാപിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗിഫ്റ്റ് ആരും സ്പോൺസർ ചെയ്തതൊന്നുമല്ല. അതുപോലെ യൂട്യൂബൊന്നും സ്പോൺസർ ചെയ്തതല്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് നിങ്ങൾക്ക് തരുന്നതെന്നെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഗിവ് അവേ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് നമ്മൾ ഈ കരിക്കട്ടയിൽ മാത്രം പോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തഴച്ച് വളരുകയും നന്നായിട്ട് ഫ്ലവർ കിട്ടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ചെടി ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഫംഗൽ ബാധ ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ
ഫെർട്ടിലൈസർ കൊടുക്കാം, ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചെടി നല്ലതുപോലെ വളരുകയും ഒരുപാട് തൈകൾ അതിൽ നിന്നും ഉണ്ടാകുകയും പൂക്കളൊക്കെ ഒരുപാട് കിട്ടുകയൊക്കെ ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പ്ലാന്റ്സായിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ചെടികൾ എപ്പോഴും ഇരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത ഈ ചെടി റിപ്പോർട്ട് ചെയ്യാനായിട്ടെടുത്ത ഈ ചെടിയുടെ ഫ്ലവർ കണ്ടോ, നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ കൂടിയാണ്. നല്ല രസമല്ലേ? ഇതെന്ന് വെച്ചാൽ കുറേ നാൾ നിൽക്കുമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളിങ്ങനെ പോട്ടൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കല്ലേ, നമ്മുടെ ഗിവ് എവേയുടെ കാര്യം മറക്കല്ലേ. അത് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടതിന് ശേഷം എത്ര സ്റ്റിക്കർ ഇതിനകത്ത് ഞാൻ മറച്ച് വെച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടുപിടിച്ച് കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ അല്ലാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അവർ നമ്മുടെ ചെടികൾ കണ്ടതിന് ശേഷം അല്ലാതെ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? എനിക്കും സുഖമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഒന്നും പറയാനില്ല. താങ്ക് യു.